നമസ്കാരം. പാറ്റാ സമരം വിജയിച്ചു, നരേന്ദ്രമോദി മുട്ടുമടക്കി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. പാറ്റാ സമരം വിജയിച്ചു എന്നുള്ള കാര്യം അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അവരുടെ ആവശ്യങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാർ അംഗീകരിച്ചു കൊടുത്തു. അതെന്തിനു വേണ്ടിയിട്ടാണ്, അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. പക്ഷേ ഈ പാറ്റാ സമരം എങ്ങനെയാണ് വിജയിച്ചത്? കാരണം ഇത്തരത്തിലൊരു സമരം ജനാധിപത്യപരമായിട്ട് സമാധാനപരമായിട്ട് നടക്കുന്നൊരു സമരമായിരുന്നെങ്കിൽ അതിനെ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് ജനാധിപത്യപരമായി തന്നെ ചർച്ച ചെയ്യാമായിരുന്നു. എന്തായാലും പാറ്റാ സമരം ജനാധിപത്യപരമായിട്ടുള്ളൊരു സമരമായിട്ടല്ല അവസാനിച്ചത്. തുടങ്ങിയത് അങ്ങനെയുള്ളൊരു മുഖം മൂടിയോട് കൂടിയാണെങ്കിലും പതിയെ പതിയെ അതിൻ്റെ രൂപം മാറുകയും അക്രമങ്ങൾ വരികയും, എന്നാൽ പാറ്റാ സമരത്തിൻ്റെ നേതാക്കൾ ആ അക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അല്ലെങ്കിൽ അക്രമങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. രാജ്യത്തെ വലിയൊരു കലാപത്തിലേക്കും, രാജ്യത്തെ മുഴുവനായിട്ടല്ല, പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത ഒരു 3-4 സംസ്ഥാനങ്ങളിൽ, ഒന്ന് ബീഹാർ, രണ്ടാമത്തേത് കേരള, മൂന്നാമത്തേത് മഹാരാഷ്ട്രയിലെ ചില പ്രത്യേക സ്ഥാനങ്ങൾ, അവിടെയെല്ലാം വലിയ കലാപങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതോടുകൂടിയാണ് ഈ ചർച്ചയിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് നരേന്ദ്രമോദി സർക്കാർ ഈ സമരം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. പിന്നെ അവരുടെ നേതാക്കളുടെ പേരിൽ കേസുകൾ എടുക്കരുത്, ഇനി അങ്ങോട്ട് കേസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു. പക്ഷേ അതിനെതിരെയുള്ള നടപടികൾ പലരും തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ നികുതി അടയ്ക്കുന്ന ഏതൊരു പൗരനും അതിനെ എതിർത്ത് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാം. കാരണം പൊതു മുതൽ നശിപ്പിച്ചത് നമ്മുടെ കൂടി നികുതി പണമാണ്. അതിൻ്റെ പേരിൽ കോടതികളിൽ ഹർജികൾ ഫയൽ ചെയ്യുന്നുണ്ട്. അത് ഒരു വശത്ത് നിൽക്കട്ടെ. ഇനി ഈ വിജയത്തിലേക്ക് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഒരു കാര്യം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ: സാമൂഹ്യ മാധ്യമങ്ങൾ പാറ്റകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ദേശീയവാദികൾ അത് ഉപയോഗിക്കുന്നതിൽ അവർ സൃഷ്ടിച്ച ആഖ്യാനങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു. ആ പരാജയം ഈ പാറ്റാ സമരത്തിൻ്റെ 1-ാം ദിവസം മുതൽ തുടങ്ങി. കാരണം നീറ്റ് എന്ന വിഷയം ഉയർത്തിപ്പിടിച്ച് അഭിജിത് ദീപ്കെ ജന്തർ മന്ദറിൽ സമരത്തിനിരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ആഖ്യാനം അവർ സൃഷ്ടിച്ചു. നീറ്റിൻ്റെ പരീക്ഷാ പേപ്പർ, ചോദ്യപേപ്പർ ചോരുന്നതൊരു നിത്യസംഭവമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലുള്ള ഈ ഒരു പരീക്ഷാ സംവിധാനം, നാഷണൽ ടെസ്റ്റിംഗ് അക്കാഡമിയുടെ ഏജൻസിയുടെ NTA ഇത്തരത്തിലൊരു പരീക്ഷാ സംവിധാനം പൂർണ്ണമായും പരാജയമാണ്, അത് പരിഷ്കരിക്കണം, ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ അവർ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു. അതിനെ പ്രതിരോധിക്കുന്നതിൽ, അങ്ങനെയല്ല എന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞെങ്കിലും കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിൽ ദേശീയവാദികൾ, BJP ഒരു പാർട്ടിയുടെ ഔദ്യോഗിക IT സെല്ലിൻ്റെ കാര്യം പറഞ്ഞാൽ അവരും പരാജയപ്പെട്ടു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം ആലോചിച്ച് നോക്കൂ. IT സെൽ അവിടെ നിൽക്കട്ടെ, ഔദ്യോഗിക വിഭാഗം. ദേശീയവാദികൾക്ക് ഈ സമരത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഈ സമരം വിജയിക്കുവാൻ പാടില്ല എന്ന് ദേശീയവാദികൾ എല്ലാവരും ഒരേ മനസ്സോടെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എത്ര ദേശീയവാദികൾ ഈ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയുടെ സത്യാവസ്ഥ, കൃത്യമായിട്ടുള്ള കാലഘടനയും എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചത്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിനെതിരെ എന്തൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം പരിശോധിച്ച് കൃത്യമായിട്ടുള്ള അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള അതിനൂതന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അതിനൂതന എന്ന് പറഞ്ഞാൽ അതിനവീന, ഏറ്റവും പുതിയ സാമൂഹ്യ മാധ്യമങ്ങൾ, ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണല്ലോ, അതിലൂടെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വസ്തുതകൾ ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്, പലവട്ടം തത്വമയി ന്യൂസ് ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം ആ വസ്തുതകൾ എടുത്ത് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിന്, ഈ ആഖ്യാനങ്ങളെ പ്രതിരോധിക്കുന്നതിന് പ്രേക്ഷകർ പോലും ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ തന്നെ പറയുക എത്രത്തോളം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെന്നുള്ളത്. കൃത്യമായിട്ടുള്ള വസ്തുതകൾ തത്വമയി ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നതാണ് ഈ സമരത്തിൻ്റെ രൂപം മാറുന്നതിനോടൊപ്പം തന്നെ. ആദ്യത്തെ ആഖ്യാനം അവർ മുന്നോട്ട് വെച്ചത്, ഈ പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച ഒരു നിത്യസംഭവമാണ്, ഈ ഒരു സിസ്റ്റം, ഈ ഒരു സംവിധാനം പൂർണ്ണമായും പരാജയമാണ്, അതിൻ്റെ ഉത്തരവാദിത്വം ധർമ്മേന്ദ്ര പ്രധാനാണ്. പ്രധാനമായിട്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ശരി തന്നെ. അദ്ദേഹം തന്നെ അത് ആദ്യം സ്വീകരിച്ചതാണ്, അധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പറയാതെ അവർ പറഞ്ഞത്, പിന്നീട്
പച്ചയായി പറഞ്ഞു തുടങ്ങിയത് ധർമ്മേന്ദ്ര പ്രധാൻ ഒരു അഴിമതിക്കാരനായിട്ടുള്ള മന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു ക്രിമിനലാണ് എന്നുള്ള തരത്തിലുള്ള ആഖ്യാനങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഈ NTA തന്നെയാണ് ഈ പരീക്ഷ ഏത് സംവിധാനമാണോ നടത്തുന്നത്, ഏതൊരു ഏജൻസിയാണോ നടത്തുന്നത്, ആ ഏജൻസി തന്നെയാണ് ഈ പരീക്ഷാ ചോദ്യപേപ്പറിൻ്റെ ചോർച്ച പുറത്തു കൊണ്ടുവന്നതും കണ്ടുപിടിച്ചതും 13 ദിവസങ്ങൾക്കുള്ളിൽ നടപടിയെടുത്ത് പരീക്ഷ റദ്ദ് ചെയ്ത് പുനഃപരീക്ഷയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഒരു പേപ്പർ പോലും ചോരാതെ രാജ്യത്ത് ഇന്നോളം നടത്തിയിട്ടുള്ള പരീക്ഷകൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ CRPFനെയും മറ്റും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വെച്ച് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെയും എല്ലാം CISFനെയും CRPFനെയും ഒരുപോലെ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി, അതും പ്രത്യേകിച്ച് ഇത്രയ്ക്കൊരു പരീക്ഷാ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് രാജ്യത്ത് ആദ്യമായിട്ട് നടത്തുന്നൊരു പ്രക്രിയയായിരുന്നു. ആ സംവിധാനം ഒരുക്കി പരീക്ഷ വിജയകരമായി വീണ്ടും നടത്തി 22 ലക്ഷം വിദ്യാർത്ഥികളെ അത് എഴുതുവാനുള്ള സംവിധാനം 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അത് എഴുതുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇനി സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ ആദ്യ ദിവസം മുതൽ തന്നെ ചോദ്യപേപ്പർ ചോർന്നു എന്നത് കണ്ടുപിടിക്കപ്പെട്ട ദിവസം മുതൽ കൃത്യമായിട്ടുള്ള നടപടികൾ, നിയമപരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിരുന്നു. 13 പേർ ഇപ്പോൾ അഴിക്കുള്ളിലാണ്. ഈ പരീക്ഷാ സംവിധാനം ക്രമീകരിക്കുവാനുള്ള, അല്ലെങ്കിൽ ഒരു പുനരാവിഷ്കരിക്കുവാനുള്ള, അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ പുതുക്കിപ്പണിയുവാനുള്ള സംവിധാനങ്ങൾ കുറേ കാലമായിട്ട് ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് മുമ്പ് തന്നെ മോദി സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. 2027 പൂർണ്ണമായും കമ്പ്യൂട്ടർവൽകൃതമായിട്ടുള്ള ഒരു പരീക്ഷാ സംവിധാനം നിലവിൽ വരും. ചോദ്യപേപ്പറിൻ്റെ ഇപ്പോഴത്തെ ചോർച്ചയുടെ രീതി മുഴുവനായും തടയപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചോർച്ച എവിടെയൊക്കെ എപ്പോഴൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ഹസാരിബാദ് ജില്ലയിലെ ഒയാസിസ് സ്കൂളിലാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നത്. പരീക്ഷയുടെ ചോദ്യപേപ്പർ ആദ്യം SBI ബാങ്കിലെത്തും. ബാങ്കിലെത്തിയിട്ട് ബാങ്കിൽ നിന്നാണ് ഈ പരീക്ഷാ സെൻറ്ററിലേക്ക് എത്തുന്നത്. സ്കൂളിലെ ഒരു സ്ട്രോങ് റൂമിൽ അത് പൂട്ടിവെക്കും. അതാണ് പരീക്ഷയുടെ അന്ന് മാത്രമേ അത് തുറക്കപ്പെടുകയുള്ളൂ, ബന്ധപ്പെട്ട അധികൃതരുടെ സാന്നിധ്യത്തിൽ. എന്നാൽ സ്കൂളിലെ NTA സിറ്റി കോർഡിനേറ്ററും സ്കൂൾ പ്രിൻസിപ്പളുമായ അസനുൽ ഹക്കിൻ്റെയും സ്കൂൾ വൈസ് പ്രസിഡൻറ്റിൻ്റെയും സഹായത്തോടെ പങ്കജ് കുമാർ എന്നൊരാൾ സ്ട്രോങ് റൂമിൽ കയറി ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോ എടുക്കുന്നു. സ്ട്രോങ് റൂമിൻ്റെ പിന്നിൽ വാതിൽ തുറന്നു കൊടുത്തു എന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ അധികൃതർ തന്നെയാണ്. കാരണം ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ അഹസനുൽ ഹക്ക് എന്ന വ്യക്തി ഈ NTAയുടെ പ്രാദേശിക കോർഡിനേറ്ററും കൂടിയാണ്. ഈ പരീക്ഷ നടത്തുന്ന ഏജൻസിയുടെ പ്രാദേശികമായ കോർഡിനേറ്റർ കൂടിയാണ്. ഈ പങ്കജ് കുമാറിന് സ്ട്രോങ് റൂമിൽ നിന്ന് ചോദ്യപേപ്പറുകളുടെ ചിത്രം എടുക്കുവാൻ സഹായിച്ച് ആ സ്ട്രോങ് റൂമിൻ്റെ പിൻവാതിൽ തുറന്നു കൊടുത്തതും ഈ അഹസനുൽ ഹക്കും ആ സ്കൂളിൻ്റെ വൈസ് പ്രസിഡൻറ്റും അവിടെ ഈ സ്കൂളിന്, ജാർഖണ്ഡ് ജില്ലയിലെ ഈ ഒയാസിസ് സ്കൂളിന് കാവൽ നിൽക്കേണ്ടത് പട്ടാളമോ CISFോ CRPFോ അല്ല. ആ സാഹചര്യത്തിൽ അന്ന് പ്രത്യേക വേറെ ആശങ്കാജനകമായ സാഹചര്യമൊന്നും നിലവിലില്ല എന്നുള്ള സമയമാണ്. ജാർഖണ്ഡിലെ പോലീസാണ്. ജാർഖണ്ഡിലെ സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ഉത്തരവാദിത്വം നിങ്ങളിൽ എത്ര പേർ ചുമത്തിയിട്ടുണ്ട്? ഇന്ന് മുതൽ ചുമത്തുമായിരിക്കും. ഇന്നലെ വരെ എത്ര പേർ ചുമത്തിയിട്ടുണ്ട് ഈ സമരം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ? BJPയുടെ IT സെല്ലിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ പോലും ഇത് ഉദ്ധരിച്ച് കണ്ടില്ല ഒരിടത്തും കാര്യമായിട്ടുള്ള രീതിയിൽ. അവരുടെ പാറ്റകളുടെ ആഖ്യാനത്തെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അത് തന്നെയായിരുന്നു. രാഷ്ട്രീയമായിട്ടാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യപേപ്പർ ചോർച്ച, അത് മഹാരാഷ്ട്രയിലാണ് നടന്നത്. കെമിസ്ട്രി അധ്യാപകനായ ഒരു കുൽക്കർണി വഴി. ഈ കുൽക്കർണി പ്രാദേശിക തലത്തിൽ മറാത്തിയിലേക്ക് ഈ ചോദ്യപേപ്പർ തർജ്ജിമ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ നീറ്റിൻ്റെ പരീക്ഷ, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമുകൾ 2 ഭാഷയിൽ മാത്രമേ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് എഴുതുവാൻ സാധിക്കുമായിരുന്നുള്ളൂ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. നരേന്ദ്രമോദി സർക്കാരാണ് അത് പ്രാദേശിക ഭാഷകളിലേക്കൂടി തർജ്ജിമ ചെയ്യുവാനുള്ള സംവിധാനമുണ്ടാക്കി ആ ഭാഷയിൽ പരീക്ഷ എഴുതുവാനുള്ള ഒരു സംവിധാനം വിദ്യാർത്ഥികൾക്കായി ഒരുക്കി കൊടുത്തത്. പക്ഷേ അത്തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കുമ്പോഴുള്ളൊരു പ്രശ്നം, പ്രാദേശിക ഭാഷയിൽ പരിജ്ഞാനമുള്ള ഒരാൾ, അതും ഒരു അധ്യാപകൻ തന്നെ, ഒരു പ്രവർത്തന പരിചയമുള്ള ഒരു അധ്യാപകൻ തന്നെ ആ പ്രക്രിയയിൽ ഇടപെടേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ളൊരു അധ്യാപകന് ഇതുപോലൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അഴിമതിക്കുള്ള സാധ്യത, ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്കുള്ള സാധ്യത വലുതാണ്. എന്നാൽ താരതമ്യേന വിശ്വസ്തനായ ഒരാളെ കണ്ടുപിടിക്കുന്നു. ആ വിശ്വസ്തനെ കണ്ടുപിടിക്കുന്നതിൽ ഉണ്ടായ പാളിച്ച ശരിയാണ്, കുൽക്കർണിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്.
ആ വിഷയവും NTA തന്നെയാണ് കണ്ടുപിടിച്ച് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അതിനുശേഷം കുൽക്കർണിക്ക് എന്ത് സംഭവിച്ചു? കുൽക്കർണിയുടെ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രസിദ്ധമായ കോച്ചിങ് സെൻറ്റർ ബുൾഡോസർ കയറി ഇടിച്ചു നിരത്തി. കുൽക്കർണി ഇപ്പോൾ ജയിലറയ്ക്കുള്ളിലാണ്. അപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള ചോർച്ച, ഈ കാര്യങ്ങൾ, കുൽക്കർണിയെ സംബന്ധിച്ചുള്ള വാർത്ത ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നത്, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ എങ്കിലും തത്വമയി ന്യൂസാണ്. തത്വമയി ന്യൂസ് അത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിമാനവുമില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഞങ്ങൾ അറിഞ്ഞ വഴി കൃത്യമായിട്ടുള്ള വസ്തുതകളോടുകൂടി പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും അത് ഏറ്റെടുത്തില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും കുൽക്കർണിക്കെതിരെ ഉണ്ടായ നടപടികൾ, ഇന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംവാദങ്ങളോ പോസ്റ്റുകളോ വാദപ്രതിവാദങ്ങളോ ഞാനെങ്കിലും കണ്ടിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഞാനെങ്കിലും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരത് ദയവ് ചെയ്ത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ആഖ്യാനത്തെ വിശദീകരണങ്ങൾ കൊണ്ട് തടുക്കുന്നതിൽ, വസ്തുതാപരമായ വിശദീകരണങ്ങൾ കൊണ്ട് തടുക്കുന്നതിൽ ദേശീയവാദികളുടെ ഭാഗത്ത് നിന്ന് വലിയ പരാജയമുണ്ടായിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു ആഖ്യാനം, കേന്ദ്രമാണ് ഈ അഴിമതിക്കെല്ലാം പിന്നിൽ, ഈ അഴിമതികൾക്കെല്ലാം ആര് നിന്നത്, കൂട്ടുനിന്നത് കേന്ദ്രമാണെന്നുള്ള ആഖ്യാനം. ഈ പറഞ്ഞ വസ്തുതകൾ മാത്രം നിരത്തി പ്രതിരോധമൊരുക്കിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഈ ആഖ്യാനങ്ങളെല്ലാം നമുക്ക് പരാജയപ്പെടുത്താമായിരുന്നു, കൃത്യസമയത്ത് ചെയ്തിരുന്നെങ്കിൽ. അത് നമ്മളാരും ചെയ്തില്ല. ഉടനെ ഈ വരാൻ പോകുന്ന പ്രതികരണം എന്താണെന്ന് എനിക്ക് നല്ല ഊഹമുണ്ട്. ഞാനാണെങ്കിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ മേശയ്ക്ക് അപ്പുറത്ത് ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ, അപ്പുറത്തെ വശത്താണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ, എൻ്റെ ഭാഗത്തു നിന്നും ഉടനടി ഉണ്ടാകുന്ന പ്രതികരണം, BJPയുടെ IT സെല്ലിന് അത് ചെയ്തുകൂടായിരുന്നു, നിങ്ങൾക്കത് ചെയ്തുകൂടായിരുന്നു. നിങ്ങൾ ദേശീയവാദികളാണെങ്കിൽ ഈ പാറ്റകളുടെ സമരം പരാജയപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, കാരണം പാറ്റകളുടെ സമരം ദേശീയ വിരുദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു ആശയമായിട്ട് നീറ്റിനെ ഒരു മറയാക്കി തുടങ്ങിയ സമരമാണെന്നുള്ള കാര്യത്തിൽ ദേശീയവാദികൾക്കാർക്കും സംശയമൊന്നുമില്ലല്ലോ. അതോ ഇപ്പോൾ ആ സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സംശയമില്ലാത്ത ദേശീയവാദികളോട് ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ ഒരല്പം സമയം ചിലവഴിച്ച് തന്നെ ഇതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റ് ഗ്രൂപ്പിൽ ചോദിച്ചതുകൊണ്ട് ഒന്നും ഈ കാര്യങ്ങൾ വെളിവായി വരാൻ പോകുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ അത്രയും ഒരു ആക്സസ് നിങ്ങൾക്കുണ്ടെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു അരമണിക്കൂർ നേരത്തെ ഇൻ്റർനെറ്റിലെ ഒരു ഗവേഷണം പല വസ്തുതകളും നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരും. ആ വസ്തുതകളെടുത്ത് അതിൻ്റെ വസ്തുതകളൊന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട്, ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ആയിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എത്ര സമയമെടുക്കും? ആ വസ്തുതാ വിശദീകരണത്തിൽ ദേശീയവാദികളുടെ പക്ഷം ഈ സമരത്തിൻ്റെ കാര്യത്തിൽ, ഈ യുദ്ധത്തിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. തത്വമയി ന്യൂസ് ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട് ഇതിനെ എതിർക്കുവാനായിട്ട്. പക്ഷേ മറ്റൊരു തടസ്സം അവിടെയുണ്ട്. തത്വമയി ന്യൂസ് ഒറ്റയ്ക്ക് ഈ ഒരു വസ്തുതകൾ കൊണ്ടുവരുമ്പോൾ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറിയ പങ്കും മറുവശത്തിൻ്റെ ആഖ്യാനത്തെ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായിരുന്നു, വ്യാപൃതരായിരുന്നു. അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോൾ ദേശീയവാദികൾ വീണ്ടും ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആ മാധ്യമം ഇന്നയാളുടെ അല്ലേ, അയാളുടെ അല്ലേ ഉത്തരവാദിത്വം, ആ മാധ്യമം അടച്ചുപൂട്ടുകയല്ലേ വേണ്ടത്? ഇതൊന്നുമല്ല അതിൻ്റെ ഉത്തരം. ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് സ്ഥിരമായിട്ട് അവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അതായത് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കൂ. ഗോൾ പോസ്റ്റ് ഷിഫ്റ്റിംഗ് എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. അവരുടെ ആഖ്യാനങ്ങളെ തൽക്കാലത്തേക്കൊന്ന് പരാജയപ്പെടുത്താൻ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷേ നാം തന്നെ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ, നമ്മുടെ ആളുകൾ ഗോൾ അടിക്കാൻ പോകുമ്പോൾ ആ ഗോൾ പോസ്റ്റ് എടുത്ത് മാറ്റി വെച്ചാൽ അത് മോശമാണ്. ഇത് പറഞ്ഞു വരുന്നത് കൊണ്ട് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. തത്വമയി ന്യൂസ് മാത്രമാണ് ഇതിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത്, അല്ല. തത്വമയി ന്യൂസിനേക്കാളും മുന്നിൽ നിന്ന് ഇക്കാര്യത്തിൽ വസ്തുതാപരമായിട്ട് പൊരുതിയ വ്യക്തികളുണ്ട്. പക്ഷേ അവർ വ്യക്തികൾ മാത്രമായി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. ഒരു ജിതിൻ കൃഷ്ണ എന്നുള്ളൊരു ഫേസ്ബുക്ക് ഹാൻഡിലുണ്ട്. വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും കാര്യങ്ങൾ അദ്ദേഹം പഠിച്ച് അന്വേഷിച്ച്, ഒരു വ്യക്തിക്ക് ഈ അന്വേഷണങ്ങൾ നടത്തുന്നതിന് കൂടുതൽ പരിമിതികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രേക്ഷകർക്ക് ആ പരിമിതികളുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് എതിർപക്ഷത്ത് നിൽക്കുന്നവർ ഈ ദുർവ്യാഖ്യാനങ്ങളും കള്ള ആഖ്യാനങ്ങളും ചമയ്ക്കുന്നതിൽ വിരുദ്ധരായിരിക്കുമ്പോൾ വളരെയധികം പരിമിതികളും ഭീഷണികളും തടസ്സങ്ങളും ആ വ്യക്തിക്കുണ്ടാകും. അതിനെയെല്ലാം മറികടന്ന് ഈ ജിതിൻ കൃഷ്ണയെ പോലുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള സത്യങ്ങൾ കണ്ടുപിടിച്ച് സമയാസമയങ്ങളിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക്
അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കും അദ്ദേഹം അവതരിപ്പിക്കുന്ന വസ്തുതകൾക്കും സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെ വായനക്കാരുടെയും വായനക്കാർ ആ വസ്തുതകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളുകളുടെയും ഭാഗത്ത് നിന്ന് വലിയ സഹകരണം ആവശ്യമായിട്ട് വന്നു. ആ സഹകരണം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഒരു പഴി തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ള ദേശീയവാദികൾ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനി നമ്മുടെ മുന്നോട്ടുള്ള രണനീതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഒരുമിച്ചൊന്നും ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആസൂത്രണം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന തത്വത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായാൽ മതി. യാതൊരു ആസൂത്രണവും ഇല്ലാതെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ വസ്തുതകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ വസ്തുതകളെ നാം ഉപയോഗിക്കുന്നില്ല എന്നുള്ളിടത്താണ് അവരുടെ വിജയവും നമ്മുടെ താൽക്കാലികമായ പിന്മാറ്റവും സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് ഒരു 24 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കഴിയുവാൻ പോകുന്നു പാറ്റാ സമരം വിജയിച്ചിട്ട്, നമ്മുടെ മുഖ്യധാര മലയാളം മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ ചെറിയ പോരിൽ എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചു എന്ന് വിശകലനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ആ വിശകലനം ചെയ്യുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും പഴിചാരിയും സമയം കളയാനല്ല. അടുത്ത യുദ്ധങ്ങൾ, വലിയ യുദ്ധങ്ങൾ വരാനുണ്ട്. ആ യുദ്ധങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുവാനാണ്. ആ തയ്യാറെടുപ്പിൽ നിങ്ങളൊപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തത്വമയി ന്യൂസ് എന്തായാലും ആ വലിയ യുദ്ധങ്ങളിലും ദേശീയവാദികളുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടാകും. നിങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ടാകുമോ? എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ പരമാവധി ആളുകളുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പറഞ്ഞല്ലോ, വലിയ യുദ്ധങ്ങളാണ് വരാനുള്ളത്. ഒപ്പം ആൾ വേണം. തത്വമയി ന്യൂസിന് ഒറ്റയ്ക്ക് പോരാടുക എന്ന് പറയുന്നത് സാധ്യമായൊരു കാര്യമല്ല. നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളൊന്നുമല്ല. അതും വസ്തുതാപരമാണ്. ഇത് പരസ്പരമുള്ളൊരു വിശകലനവും പഴിചാരലല്ല, പരിശോധനയാണ്. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പറയുക കമൻറ്റിലൂടെ. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അത് പറയണം. ദേശീയവാദികളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഇടയ്ക്കിടെ വന്നു പോകുന്ന ജിഹാദികളുടെ കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ കർമ്മം തുടർന്നോളൂ, അത് നടക്കട്ടെ ഒരു വഴി. ദേശീയവാദികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായും ചൂണ്ടിക്കാട്ടുക. അങ്ങനെയാണ് ഈ സംവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ രണനീതികൾ പരിഷ്കരിക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.